ഈ അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റം ഹോട്ടൽ മേഖലകളെ തകർക്കുന്നു എന്നാണ് തൃശ്ശൂരിലെ ഹോട്ടൽ ഉടമകളുടെ പരാതി. ഭക്ഷ്യസാധനങ്ങളുടെ വില കൂടുന്നതിനനുസരിച്ച് ഹോട്ടലിലെ വില കൂട്ടാനാകുന്നില്ല എന്നും പലപ്പോഴും വലിയ നഷ്ടം സംഭവിക്കുകയാണെന്നും പലരും കടക്കെണിയിലാണെന്നുമൊക്കെ ഹോട്ടൽ ഉടമകൾ പരാതി പറയുന്നു. വില വർധനയ്ക്കൊപ്പം അരി, പച്ചക്കറി, എണ്ണ തുടങ്ങിയ അവശ്യ സാധനങ്ങൾക്ക് കൂടി വില വർദ്ധിച്ചതോടെ നഷ്ടക്കച്ചവടം നടത്തേണ്ട ഗതിയിലാണ് തൃശ്ശൂരിലെ ഹോട്ടൽ ഉടമകൾ. ഭക്ഷണ സാധനങ്ങളുടെ വില കൂടുന്നതനുസരിച്ച് ഹോട്ടൽ ബില്ല് വർദ്ധിപ്പിക്കാനാകാത്ത സാഹചര്യമാണെന്നും വർഷങ്ങളായി ഹോട്ടൽ നടത്തുന്നവർ വരെ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഇടത്തരം ഹോട്ടൽ ജീവനക്കാരെ വിലക്കയറ്റം കടക്കണിയിലാക്കിയെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഹോട്ടൽ വ്യവസായം അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം രൂക്ഷമായ വിലവർധന, ഗ്യാസിൻ്റെ വിലവർധന, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എല്ലാം കൂടെ ഹോട്ടൽ വ്യവസായത്തിനാകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഗ്യാസിന് ഏകദേശം ഒരു 1800 രൂപ 2000 രൂപയോളം വില കൂടിയിട്ടുണ്ട് ഒരു കുറ്റി ഗ്യാസിന്. അതിനുശേഷം ഒരു 300-350 രൂപയാണ് ഇതിന് വില കുറഞ്ഞിട്ടുള്ളത്. അപ്പോഴും ഒരു 1700 രൂപയ്ക്ക് ഒരു കുറ്റി ഗ്യാസിന് വില കൂടിയിട്ടുണ്ട്. അതിനാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പ്ലസ് നമ്മുടെ ഈ പച്ചക്കറി പലചരക്ക് വില വർധനവ്. പല ഇടത്തരം ഹോട്ടലുകളും നഷ്ടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വിലക്കയറ്റത്തിന് അറുതി വരുത്തിയില്ലെങ്കിൽ ഹോട്ടൽ അടച്ചിട്ട മറ്റു തൊഴിലുകൾ നോക്കേണ്ട ഗതിയിലാണെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഇപ്പോൾ നമ്മൾ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നഷ്ടത്തിൽ തന്നെയാണ് നമ്മുടെ വ്യവസായം നടത്തുന്നത്. വൈകിട്ടാകുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ല, കടം പറയും. അതിങ്ങനെ കടം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിഷയം. ഹോട്ടൽ വ്യവസായത്തിന് സബ്സിഡി നൽകാൻ കഴിയുമെങ്കിൽ വലിയ സഹായകരമാകുമെന്നും അല്ലെങ്കിൽ ഇടത്തരം ഹോട്ടൽ മേഖല തന്നെ ഇല്ലാതാകുമെന്ന ആശങ്കയുണ്ടെന്നും ഹോട്ടൽ ഉടമകൾ വ്യക്തമാക്കുകയാണ്. വിലക്കയറ്റം കാരണം സാധാരണക്കാരെ പോലെ ദുരിതത്തിലായിരിക്കുകയാണ് തൃശ്ശൂരിലെ ഹോട്ടൽ മേഖലയിലുള്ളവരും. അമൃത ന്യൂസ്, തൃശ്ശൂർ.